പിതാവിന് പുത്രനും പരിശുദ്ധരുമാകിയ സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെയാണ്. ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. ഞാൻ യാക്കോബ സഭയിലെ അകപ്പറമ്പ് ഇടവകയിലെ ഇട്ടു പാലക്കൽ കോറപ്പിസ്കോപ്പ. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇന്ന് വിശുദ്ധ മദ്ബഹ ശുശ്രൂഷകർക്കുള്ള ക്ലാസ് 8ാമത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ചില ചോദ്യങ്ങൾ അവർ ചോദിച്ചിരുന്നു. ഞാൻ 7 വരെയുള്ള ഭാഗങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്തുകൊണ്ട് പിന്നെയുള്ള ക്ലാസ്സുകളിൽ അതിന് മറുപടി വരാൻ പറ്റിയില്ല. എൻ്റെ മകനാണ് ഇതിൻ്റെ ടെക്നിക് വർക്ക്സൊക്കെ അവനാണ് നടത്തുന്നത്. അപ്പോൾ അവൻ്റെ ഒഴിവ് പോലെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചില വീഡിയോകൾ നേരത്തെ അപ്ലോഡ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഞാനതിന് മറുപടി പറയാമെന്ന് ഉദ്ദേശിക്കുകയാണ്, ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ. ആദ്യത്തെ ചോദ്യം, വിരിക്കൂട്ടം ഇന്ന് പല കളറുകളിൽ കാണുന്നുണ്ടല്ലോ. ഞാൻ ആ വിരിക്കൂട്ടത്തെ പറ്റി വളരെ വിശദമായിട്ട് പറഞ്ഞിരുന്നു. വെള്ള, ചുവപ്പ്, പച്ച, ഇത് 3 കളറേ പാടുള്ളൂ. വെള്ള നടുക്ക് വരണം. അതിൻ്റെ വിശദീകരണമൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിനും പറയാനുള്ള. ചിലർ വെള്ളയ്ക്ക് പകരം മഞ്ഞ ഉപയോഗിക്കുന്നുണ്ട്. വെള്ള പെട്ടെന്ന് ഒഴിഞ്ഞു പോകും എന്നുള്ളത് കൊണ്ടായിരിക്കണം. മഞ്ഞ ദൈവത്തിൻ്റെ മഹത്വത്തെയാണ് കാണിക്കുന്നത്. വെള്ളവിരി കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കി വെളുപ്പിച്ച സഭയാണ് കുറിക്കുന്നത്. ചിലർ മഞ്ഞ ഉപയോഗിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം. നമ്മുടെ മഞ്ഞക്കൊടിയൊക്കെയാണല്ലോ നമ്മുടെ ശരിക്കായ കൊടിയൊക്കെ ഉപയോഗിക്കുന്നത്. വിദ്വാൻമാർ സ്വർണം കാഴ്ചവെച്ചതും അവൻ്റെ മഹത്വത്തിൻ്റെ അടയാളമായിട്ടാണത്. പിന്നെ വേറെ പല കളറുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മുടെ ഓരോ ഉപകരണങ്ങൾക്കും ഓരോ സാധനങ്ങൾക്കും അതിൻ്റേതായ അർത്ഥങ്ങളുണ്ട്. അത് തെറ്റാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് ബഹുമാനപ്പെട്ട വൈദികരും ശുശ്രൂഷക്കാരും, പ്രത്യേകിച്ച് പ്രധാന ശുശ്രൂഷകരീക്കാരൊക്കെ അറിഞ്ഞിരിക്കുകയും അത് പാലിക്കുകയും ചെയ്യാനായിട്ട് പ്രത്യേകം കരുതണം. രണ്ടാമത്തെ ചോദ്യം, ഏവൻഗേലുവിൻ മേശ ആരുടെ പ്രതീകമാണെന്നോ? ഏവൻഗേലുവിൻ മേശ ആരുടെയും പ്രതീകമല്ല. ദൈവം മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ആദ്യം ഉണ്ടായിരുന്ന പള്ളി സമാഗമന കൂടാരമാണ്. ആ സമാഗമന കൂടാരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് 3 വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നു. അഹറോൻ്റെ തളിർത്ത വടി, മന്നായിട്ട് വെച്ചിരുന്ന പൊൻചെപ്പ്, 10 കൽപ്പനകളടങ്ങിയ കൽപ്പലകകൾ. ഈ 3ഉം അതിവിശുദ്ധ സ്ഥലത്ത് സൂക്ഷിച്ചിരുന്നു. ഇപ്പം നമ്മുടെ മദ്ബഹായുടെ അതിവിശുദ്ധ, അല്ലെങ്കിൽ പള്ളിയുടെ അതിവിശുദ്ധ സ്ഥലമായ മദ്ബഹായിൽ അഹറോൻ്റെ തളിർത്ത വടിക്ക് പകരമാണ് നടുവിലിരിക്കുന്ന കുരിശ്. നടുവിലിരിക്കുന്ന കുരിശ് മരക്കുരിശ് തന്നെ ആയിരിക്കണം. അതിനകത്ത് ഊറാറ ചുറ്റിയിരിക്കണമെന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. ഊറാറയാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഏത് സാധനങ്ങളൊക്കെ വേണം? അഹറോൻ്റെ തളിർത്ത വടിയായി. മന്നായിട്ട് വെച്ച പൊൻചെപ്പ്, അന്ന് മന്ന വർഷിച്ചു കൊടുത്തതിൽ ഒരു ഭാഗം എടുത്ത് സൂക്ഷിക്കാൻ മോശയോട് പറഞ്ഞു. അത് കേടുവന്നില്ല. ദൈവത്തിൻ്റെ അത്ഭുതമാണ്. അത് കേടുവന്നില്ല. അതൊരു പൊൻചെപ്പിൽ ആക്കി മോശ സൂക്ഷിച്ച് അവിടെ വെച്ചിരുന്നു. പിന്നെ 10 കൽപ്പനകൾക്ക് പകരമാണ് ഈ ഏവൻഗേലിയ പുസ്തകം. അത് ത്രോണോസിലാണ് വെക്കേണ്ടത്. അവിടെ വയ്ക്കാൻ അസൗകര്യമുള്ളത് കൊണ്ട് ഒരു പ്രത്യേക സിംഹാസനം എന്ന് പറഞ്ഞാലും തെറ്റില്ല, ഏവൻഗേലിയൻ മേശ ഉണ്ടാക്കി ആ മേശയിൽ ആണ് ഈ ഏവൻഗേലിയൻ പുസ്തകം വയ്ക്കുന്നത്. അത് ത്രോണോസിന് പകരം ഓർത്തോളൂ. അതിനോട് തുല്യമാണ് അതിന്. അപ്പോൾ ചവിട്ടി നിൽക്കാനോ ചാരി നിൽക്കാനോ ഇടവരരുത്. ശുശ്രൂഷകരെ ശ്രദ്ധിക്കണം.
പിടിച്ചു നിൽക്കാൻ പാടില്ല. ചിലപ്പോൾ പ്രായമുള്ള അച്ഛന്മാർക്കൊന്ന് പിടിച്ചു നിൽക്കുക, കാരണം അവർക്ക് ഏതെങ്കിലും മേശമെന്ന് തൊടാനോ. നിങ്ങൾക്ക് അതുപോലെ അധികാരമില്ലെന്ന് ഓർത്തോളൂ. മനഃപൂർവ്വം ചെയ്യണതല്ല കേട്ടോ. ഇപ്പോൾ തെക്ക് വശത്ത് കൊണ്ടിങ്ങനെ വരുന്ന ആള് ഏതെങ്കിലും മേശ കുത്താണ്. വചനം ജഡമായി തീർന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വചനം കൊണ്ട് ഉണ്ടല്ലോ അതിനകത്ത്. ആ ത്രോണോസിന് സമാനം. ചിലർ വടക്ക് വശത്താണ് ഇടുന്നത്, അത് ശരിയല്ല. കാര്യം വടക്ക് ഭാഗം പുത്രൻ തമ്പുരാൻ്റെ ഭാഗമാണെങ്കിലും ത്രോണോസിൽ ഇരിക്കേണ്ട സ്ഥലം വസ്തു ആയതുകൊണ്ട് അത് ത്രോണോസിന് പകരം വേറൊരു പീഠം ഉണ്ടാക്കി അവിടെ വെച്ചു എന്ന് അത്രേ ഉള്ളൂ. ത്രോണോസിന് തുല്യമാണ്, പകരമല്ല, തുല്യമാണ്. അപ്പോൾ കയറുന്ന വഴി അത് മൊത്തുന്നതാണ് ഔചിത്യവും മനസ്സിലാക്കുക. ഇനി അടുത്ത ചോദ്യം, ധൂപം വീശേണ്ടത് എങ്ങനെ? ശുശ്രൂഷകന്മാർ ധൂപം വീശേണ്ടത് എങ്ങനെയാണ്? ധൂപകുറ്റിയിൽ കുന്തിരിക്കും ഇടിവീച്ച് കൈമുത്തണം. നീ പോയി വീശിക്കെന്നുള്ള അനുവാദമാണ് അവിടെ പട്ടക്കാരൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ തിരുമേനി കൊടുക്കുന്നത്. ആദ്യമായി ത്രോണോസിൻ്റെ തെക്ക് വശത്ത് 3 പ്രാവശ്യം വീശി മുത്തണം, പിന്നെയും 3 പ്രാവശ്യം വീശി ഉടങ്ങണം. ത്രോണോസ് മുത്തണം എന്ന് പറയുമ്പോഴൊരു കാര്യം പ്രത്യേകം ശുശ്രൂഷകന്മാർ ശ്രദ്ധിക്കണം. പലരും ത്രോണോസിൽ കൈ വെച്ചിട്ട് വലത് കൈ ഇതിന് വയ്ക്കും, എന്നിട്ട് ആ കൈയിലാണ് മുത്തുന്നത്. തെറ്റാ, അത് ചെയ്യാൻ പാടില്ല. ത്രോണോസ് തന്നെ മുത്തണം, ആ ബലിപീഠം തന്നെ മുത്തണം. കൈ വെച്ചിട്ട് കൈമ മുത്തല്ല. മിക്കവരും അങ്ങനെ ചെയ്യുന്നു. ഒരിക്കൽ ഞാൻ ഷമാസിനായിരിക്കുമ്പോഴാണ് അങ്ങനെ ചെയ്തത്. എൻ്റെ അടുത്ത് കടവിൽ തിരുമേനിയൊക്കെ ഉണ്ടായിരുന്നു, കടവിലെ കൊച്ചിരുമേനി. ദേവനെ എനിക്ക് പട്ടം തന്നത് എൻ്റെ കൈ നോക്കിക്കൊണ്ടേ വന്നു. അടിക്കുന്നേ വിചാരിച്ച് എന്നെ അടിക്കുകയും ചെയ്യും, പക്ഷെ അടിച്ചില്ല. അതിൽ പിന്നെ ഞാൻ ത്രോണോസ് മുത്തുമ്പോൾ ത്രോണോസ് തന്നെ മുത്തും. അങ്ങനെ ചെയ്യണം, അങ്ങനെ പഠിക്കണം. നമ്മുടെ കൈയെല്ലാം മുത്തിട്ട് ബലിപീഠം തന്നെ മുത്തണം. അപ്പം അങ്ങനെ ചുറ്റി വരാൻ വേണമെങ്കിൽ ത്രോണോസ് ചുറ്റി വരാം. വേണ്ട, ധൂപക്കുറ്റി കയ്യിലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ധൂപക്കുറ്റി വെച്ച് മദ്ബഹ ക്രോസ് ചെയ്യാം, കുഴപ്പമില്ല. ധൂപക്കുറ്റി ഉള്ളാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ധൂപക്കുറ്റി കൊണ്ട് ഈ സൂക്ഷിക്കുന്ന ആൾക്ക് മാത്രം മദ്ബഹയിൽ ക്രോസ് ചെയ്ത് വടക്ക് വശത്ത് നിന്ന് അവിടെയും 3 പ്രാവശ്യം വീശി ത്രോണോസ് കുത്തി വീണ്ടും 3 പ്രാവശ്യം വീശി വണങ്ങി ഇടത്തോട്ട് തിരിഞ്ഞ് തിരുമേനിമാരുണ്ടെങ്കിൽ തിരുമേനിമാർക്കും ഇതുപോലെ 3 പ്രാവശ്യം വീശി കൈമുത്തിയിട്ട് പിന്നെയും 3 പ്രാവശ്യം വീശും. അതിനുശേഷം അച്ഛന്മാർക്ക് വീശുക. പിന്നെ അവിടെ വടക്ക് വശത്തുള്ള ശുശ്രൂഷകന്മാർക്കും വീശി കഴിഞ്ഞ് നടുക്ക് ചെന്ന് വീശി വണങ്ങിക്കൊണ്ട് തെക്ക് വശത്തേക്ക് വരുമ്പോൾ തെക്ക് വശത്തുള്ളവർക്ക് വീശുക, അച്ഛന്മാർക്ക് വീശുക. അപ്പോൾ ഏതെങ്കിലും മേശയിൽ വീശാലും മതി, കുഴപ്പമില്ല. അല്ലാണ്ട് നമ്മൾ 2 പ്രാവശ്യം ത്രോണോസ് തെക്കും വടക്കും വീശിയിട്ട് പിന്നെ ഏതെങ്കിലും മേശയിൽ തിരിഞ്ഞ് വീശണമെന്നില്ല. അത് അതിൽ വരുമ്പോൾ മാത്രം വീശി ത്രോണോസ് ഏതെങ്കിലും ഒരു മേശയിൽ 3 പ്രാവശ്യം വീശി വണങ്ങി ഏതെങ്കിലും മേശ വീശുമ്പോഴേ 3 പ്രാവശ്യം വീശി കുത്തണം. ത്രോണോസ് കുത്തനം തുല്യമാണ് അത്. വീണ്ടും 3 പ്രാവശ്യം അവിടെ വീശണം. എന്നിട്ട് വന്ന് ത്രോണോസിൽ 1 പ്രാവശ്യം വീശി ഒന്ന് വണങ്ങിയാൽ മതി. അങ്ങനെ അവസാനിപ്പിക്കാം. അതാണ് ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വിരിക്കൂട്ടത്തിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ തിരശ്ശീല ആകാശത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് വേറെ ചോദ്യം. ഞാനങ്ങനെ പറഞ്ഞു, അത് ശരിയാണ്. സ്വർഗത്തെ നമ്മുടെ കണ്ണുകളിൽ നിന്ന് മറയ്ക്കുന്ന ആകാശത്തെയാണ് ഈ തിരശ്ശീല സൂചിപ്പിക്കുന്നത്. സ്വർഗം നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് സ്വർഗത്തെ മറയ്ക്കുന്ന മാനുഷിക നയനങ്ങളിൽ നിന്ന് മറയ്ക്കുന്ന ആകാശത്തെയാണ് ഈ തിരശ്ശീല സൂചിപ്പിക്കുന്നത്. കാരണം കർത്താവിൻ്റെ മനുഷ്യാവതാര സമയത്ത് സ്വർഗം ഇറങ്ങി വന്നല്ലോ. സ്വർഗം തുറന്ന്
വചനം ഇറങ്ങി വന്ന് മറിയാമിൽ നിന്ന് ശരീരം എടുത്തു. ആ മനുഷ്യാവതാരം ചെയ്തുകൊണ്ടാണ് നമുക്ക് സ്വർഗത്തെപ്പറ്റി മനസ്സിലായത്, പിതാവിനെ പറ്റി വ്യക്തമായിട്ടൊക്കെ മനസ്സിലായത് അതുകൊണ്ടാണ്. അപ്പോൾ ആ മനുഷ്യാവതാരത്തിൻ്റെ തുടക്കം വരുന്ന സമയത്താണ് മറ വലിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ മറ ആരാധനയോ പ്രാർത്ഥനയോ നടക്കാത്ത സന്ദർഭങ്ങളിൽ തിരശ്ശീലയിട്ട് മധുവാഹം മറയ്ക്കുകയാണ്. കാരണം നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് സ്വർഗ്ഗം കാണാൻ പറ്റില്ല. നമുക്ക് സ്വർഗം തമ്മിൽ നിന്ന് മറച്ചിരിക്കുകയാണ്. പക്ഷെ സ്വർഗത്തിൻ്റെ പ്രതീകമായ മധുബഹ നമുക്ക് തിരശ്ശീല വരിക്കുമ്പോഴാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആരാധന നടക്കുന്ന സമയത്തോ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് മാത്രമേ തിരശ്ശീല തുറന്നിടുകയുള്ളൂ. അല്ലാത്ത സമയത്ത് തിരശ്ശീല വലിച്ചിടുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വേറൊന്നുകൂടെ മനസ്സിലാക്കേണ്ടത്, ഈ ആകാശം എന്ന് പറയുന്നത് ആകാശത്തിന് മുകളിൽ വെള്ളമാണ്. 31-ാം അധ്യായം വായിക്കുമ്പോൾ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണാം, ദൈവം വെള്ളത്തെയും തമ്മിൽ വേർതിരിച്ചു, നടുക്കൊരു വിധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ആ വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. മുകളിലെ വെള്ളം ഇപ്പോഴും അവിടെ കെട്ടിക്കിടക്കുക. താഴത്തെ വെള്ളത്തെ ദൈവം എന്ത് ചെയ്തു? കരയുണ്ടാകട്ടെ എന്ന് പറഞ്ഞു, കരയുണ്ടായി. അപ്പോൾ വെള്ളങ്ങൾ ഒരു സ്ഥലത്ത് കൂടി അത് സമുദ്രമായി, കര ഭൂമിയായി. അപ്പോൾ ആ കരഭൂമിയിലാണ് നമ്മൾ വസിക്കുന്നത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. ആകാശത്തിൻ്റെ മുകളിൽ വെള്ളമാണ്, താഴെ വെള്ളമാണ്. താഴത്തെ വെള്ളത്തെ കരയും കടലുമായിട്ട് ദൈവം വേർതിരിച്ചു. അപ്പോൾ ആകാശം എന്ന് പറയുന്ന വിധാനമാണ്. അത് സ്വർഗം മറയ്ക്കുന്നു, അല്ലാണ്ട് നമ്മൾ വെള്ളത്തെ മറയ്ക്കുന്നു എന്ന് അവിടെ ധരിക്കരുത്. സ്വർഗം നമ്മെ മറയ്ക്കുന്നു ആ തിരശ്ശീല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ സമാപന കൂടാരത്തിൽ അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നതിന് ഒരു തിരശ്ശീല ഇട്ടിരുന്നു. ആ തിരശ്ശീലയാണ് ഈ തിരശ്ശീല സൂചിപ്പിക്കും. പിന്നെ അവരുടെ പേര് ഞാൻ എല്ലാവരും പറയത്തില്ല. ഞാൻ യേശുവിൻ്റെ ഗോതമ്പാണ് എന്ന് പരിശുദ്ധനായ നമ്മുടെ 3ാമത്തെ പാത്രിയർക്കീസ് ബാവയായിരുന്ന ഇഗ്നാത്യോസ് ദോറോനോ പിതാവ് സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ദൈവത്തിൻ്റെ ഗോതമ്പാകണം. ഗോതമ്പ് പൊടിച്ച് അപ്പം ഉണ്ടാക്കുന്ന പോലെ, കുർബാന അപ്പം ഉണ്ടാക്കുന്ന പോലെ ഞാൻ ഇടിച്ച് പൊടിക്കപ്പെട്ട് കുർബാനയാകുന്ന അപ്പത്തിൻ്റെ സൂചനയായിട്ട് മാറ്റപ്പെടണം. ഞാൻ കുർബാനയാകുന്ന അപ്പമാകണമെന്ന് തന്നെ അദ്ദേഹം പറയണം. അപ്പമാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ എനിക്ക് ദൈവത്തെ ആരാധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുർബാനയോടുള്ള അദ്ദേഹത്തിൻ്റെ വിശുദ്ധത അത്രമാത്രം അന്തർലീനമായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഇഗ്നാത്യോസ് ദോറോന് അവസാനം എന്താ ചെയ്തത്? സ്വഭാവങ്ങളുടെ കുഴിയിൽ ഇടുക ചെയ്യുന്നത്. അപ്പോൾ ഭരണാധിപതി പറഞ്ഞു, നീ യേശുവിനെ ധിക്കരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇതൊന്നും വേണ്ടി വരില്ല, നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. വലിയ സ്വഭാവങ്ങളുടെ കുഴിയിലിട്ട് കൊടുക്കുന്നു, ആ ഗുഹയിലേക്ക് ഇട്ട് കൊടുക്കുന്നു. പറഞ്ഞു, എനിക്ക് സന്തോഷമുള്ളൂ, ഞാൻ ഇടിച്ച് പൊടിച്ച് വിശുദ്ധ കുർബാനയുടെ അപ്പമായി, യേശുവിൻ്റെ അപ്പമായിട്ട് തന്നെ എനിക്ക് മാറണം. അതിനോട് തുല്യമായിട്ട് അദ്ദേഹം ഇടിച്ചു പൊടിച്ചാലൊന്നും കുർബാന ആവില്ല, എങ്കിലും കുർബാന അപ്പമായി തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു കാര്യം കൂടി അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ഓർക്കണം. പരിശുദ്ധനായ ഇഗ്നാത്യോസ് ദോറോനാണ് സഭയിൽ ഒരു മെത്രാപ്പോലീത്ത ഇല്ലെങ്കിൽ സഭയില്ലെന്ന് ആദ്യം പറഞ്ഞ അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ 7 റൈറ്റിങ്സിൽ അതുണ്ട്. പത്രോസ്ലിയ മെത്രാന്മാർ വഴിക്ക് നടന്നുണ്ട്. അദ്ദേഹം ഇത് പറഞ്ഞിട്ടില്ല എന്നല്ല, അദ്ദേഹത്തിന് അറിയാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. തോമാശ്ലീഹ പോലും കേരളത്തിലൊരു മെത്രാനെ വായിച്ചിട്ടില്ല, ഒരു സ്ഥലത്ത് വായിച്ചിട്ടില്ല. കേരളത്തിൽ തന്നെ ഒരു സ്ഥലത്തും, പേടേസ് അദ്ദേഹത്തിൻ്റെ വലിയ ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു, അവിടെയൊന്നും വായിച്ചിട്ടില്ല. പെരുഷയിലും വായിച്ചിട്ടില്ല. പെരുഷ മുഴുവനും അന്ത്യോക്യയുടെ കീഴിലായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതുപോലെ സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ ഈ ചില വീഡിയോകൾ നേരത്തെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഇപ്പം ഇന്നൊരു ചോദ്യം ചോദിച്ചാൽ അടുത്ത
ക്ലാസ്സിന് അതിന് മറുപടി പറയാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ 2-3 ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും മറുപടി കിട്ടുന്നത്. നിങ്ങൾ അതുകൊണ്ട് വിഷമിക്കരുത്, ശരിക്കും പഠിക്കുക. ചിലർക്ക് താല്പര്യം കുറവായിട്ടാണ് കാണുന്നത്. ഇത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ മധുവായി കയറാൻ. അല്ലെങ്കിൽ നിങ്ങൾക്കതിൻ്റെ അർത്ഥം അറിയാതെ വെറുതെ നാടകക്കാരന്മാരിൽ കയറി അല്ലെങ്കിൽ 4 പേരെന്നെ കാണണം, ഞാൻ മധുവായി കയറി എന്നുള്ള അർത്ഥത്തിലൊക്കെ കയറി നിന്നെന്ന് യാതൊരു കാര്യമില്ല. അത് നിങ്ങളുടെ കുടുംബത്തിന് തന്നെ ദോഷമായിട്ട് വരും, ഞാൻ പറഞ്ഞേക്കാം. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. ഞാൻ കുറച്ച് കാര്യങ്ങളല്ലേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ആഴ്ചയിൽ 1 ക്ലാസ് മതി എന്ന് പറയുകയാണെങ്കിൽ ഞാനതിന് സമ്മതിക്കുക, എനിക്കൊരൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് 2 ക്ലാസ് ആക്കിയത്. അല്ല, ഇത്രയും വിശദമായിട്ട് വേണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക. എങ്ങനെ വേണ്ടതെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോ, എനിക്ക് അതിന് വിരോധമില്ല. കുർബാനയുടെ പല കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ പറഞ്ഞു പോയാലേ അതിൻ്റെ അർത്ഥം പൂർണ്ണമാകുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.